ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡേവിഡ് ട്രിവിയൻസ്. അപ്പോൾ ദാ ഓണം വന്നിരിക്കുകയാണ്. അതുപോലെ മലയാള സിനിമയുടെ കുത്തൊഴുകും നമ്മുടെ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. അതിലാദ്യമായി വന്നത് അജയൻ്റെ രണ്ടാം മോഷണം ഇന്ന് കണ്ടിരിക്കുകയാണ്. പടം എന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടത്, ഒരു കിടുക്കാച്ചി പടം. ടൊവിനോയുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ് ഈ പടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. 3 ക്യാരക്ടറായിട്ടാണ് വന്നിരിക്കുന്നത്. മണിയൻ, കുഞ്ഞിക്കേളു, അജയൻ എന്നിങ്ങനെയുള്ള 3 ക്യാരക്ടറായിട്ടാണ് പല ജനറേഷനുകളിൽ വന്നിരിക്കുന്ന 3 വ്യത്യസ്ത ക്യാരക്ടറിലാണ് നമ്മുടെ അണ്ണൻ ടോവിനോ അണ്ണൻ വന്നിരിക്കുന്നത്. ആകുമ്പോൾ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്, കിടിലൻ പെർഫോമൻസ്. 3 രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒന്നിനോട് ഒരു മാച്ചും ഇല്ലാത്ത ലെവലിലാണ് പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നത്. അതിൽ മണിയൻ എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു ബെഞ്ച് മാർക്ക് പെർഫോമൻസ് ആണ് ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. അതുപോലെ കൃതി ഷെട്ടിയാണ് നടിയായിട്ട് വരുന്നത്. പുള്ളിക്കാരി സത്യം പറഞ്ഞാൽ ഒരു മലയാളി നടിയെ പോലെ തന്നെ ഇരിപ്പുണ്ട്. നല്ല ആ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ഗ്രേസിൽ കാണാനിവിടെ. അതുപോലെ സുരഭി ലക്ഷ്മി ഉണ്ട്. അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതിൽ പക്ഷേ ഇവരെല്ലാവരും കടത്തി വെട്ടി പോയിരിക്കുന്ന ടൊവിനോ തന്നെയാണ്. ആ 3 ക്യാരക്ടറിൽ വൺ മാൻ ഷോ പോലെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഇതിൽ മെയിൻ എടുത്തു പറയേണ്ട സാധനം വിഷ്വലാണ്. വിഷ്വല് നല്ല അടിപൊളി രീതിയിൽ ഗ്രാഫിക്സ് ചില ഭാഗങ്ങളിൽ മാത്രം, ചില ഇതിൽ മാത്രം ഒരു ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം കിടിലൻ സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഓരോ സീനിന് അനുയോജ്യമായ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ ചെയ്തേക്കുന്നതും അടിപൊളിയായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അന്യായ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അതേപോലെ പാട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച ഡയറക്ടർ ജിതിൻ ലാൽ. ഫസ്റ്റ് ഡയറക്ഷൻ ആണെന്നൊന്നും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ പറയൂല. പുള്ളി എന്തായാലും ഇനി അടുത്തിറങ്ങാൻ പോണ പടങ്ങൾക്കെല്ലാം മുട്ട ഹൈപ്പായിരിക്കും. നമ്മളെ എന്താ പറയണ്ട, നമ്മളെ പ്രമുഖ കുറേ ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ, അവരൊരു പടം ഭയങ്കരമായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുമല്ലോ അടുത്ത പടം ഏത് റേഞ്ചിലൊക്കെ പോകുന്നുള്ളത്. അതുപോലെ പുള്ളിക്കാരൻ്റെ അടുത്ത പടം ഇനി എന്ത് വന്നാലും തന്നെ നല്ല റേഞ്ചിലായിരിക്കും നമ്മളൊക്കെ ചിന്തിച്ചു വെക്കണം. കാരണം അമ്മാതിരി മേക്കിംഗ് ആണ് ഈ പടത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. അതേപോലെ കുറേ വർഷമായി, ഏതാണ്ട് 2-3 വർഷത്തിന് മേളിലായി ഇതിൻ്റെ ഒരു സംഭവമൊക്കെ ഞാൻ കേട്ടു തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് ആയാലും ഒരുപാട് നീണ്ടുനിന്ന്. കാരണം 3 ക്യാരക്ടറൈസേഷൻ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് ടൈം എടുത്ത്. ഇടയ്ക്ക് ഡയറക്ടറിനെ നമ്മളിവിടെ ഏരിയസ് പ്ലക്സ് വെച്ച് കണ്ടപ്പോഴത്തേക്കും പറഞ്ഞു എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞു. അതും വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് അത്രയും നല്ല രീതിയിൽ അധ്വാനിച്ച് വൃത്തിയായിട്ട്, അതാണ് മെയിൻ എടുത്ത് പറയേണ്ടത്, നല്ല അടിപൊളിയായിട്ട് തന്നെ പടം തിയേറ്ററിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ഇത് മസ്റ്റ് ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടമാണ്. ഞാൻ 2D ആണ് കണ്ടത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ 3D എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയില്ല. ഒന്നും കൂടെ എനിക്ക് എന്തായാലും 3D കാണാനായിട്ട് പോകണം. ഞാൻ 2D ആണ് കണ്ടത്. അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മേക്കിങ്, സൗണ്ട് ക്വാളിറ്റി ഇനി ഒന്നും പറയാനില്ല. എന്തായാലും ഈ ഓണത്തിന് ഒരു കിടിലം പടം, കിടിലം എന്ന് പറഞ്ഞാൽ ഫാമിലി ആയിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് പിള്ളേർക്ക് വരെ കണ്ട് ആസ്വദിക്കാൻ പറ്റിയ രീതിയിൽ നല്ല രീതിയിലെ മേക്കിങ്ങിൽ ഒരു കിടുക്കാച്ചി പടമാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഫസ്റ്റ് ഹാഫിനെ കാട്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് ഹാഫാണ്. സെക്കൻഡ് ഹാഫിലാണ് അതിൻ്റെ മെയിൻ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമ്മളെ മണിയൻ എന്ന് പറയുന്ന ക്യാരക്ടർ കൂടുതലായിട്ട് വന്നിരിക്കുന്നത് സെക്കൻഡ് ഹാഫിലാണ്. അത് എൻ്റെ അമ്മോ കിടിലം തന്നെ. മറ്റേ കളറിപ്പയറ്റും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി പെർഫോമൻസ്. എന്തായാലും ടോവിനോ കലക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്യേണ്ടത്. പിന്നെ ഞാൻ കൂടുതലൊന്നും തള്ളി പറയാനില്ല. ഇതൊന്നും ഒരു തള്ളലല്ല, എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പടം തിയേറ്ററിൽ കണ്ടവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കൊള്ളാമോ കൊള്ളൂല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്താണ് അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് പറയുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന പടം കൊണ്ടലാണ്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കണം. അത്യാവശ്യം നല്ല അഭിപ്രായം ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും കൊണ്ടലൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.